നമ്മുടെയൊക്കെ മുമ്പിൽ ഒരുപാട് അസാധ്യങ്ങളുടെ ചോദ്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ വിഷമതകളുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ ഒരു ഉത്തരമേ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായുള്ള നമ്മുടെ ഈ വേദപഠനത്തിൽ ആത്മീയമായ പ്രചോദനവും സന്തോഷപ്രദമായ ചിന്തകളും ഓരോ ദിവസവും നൽകുവാൻ എക്സൽ മീഡിയയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗമായി നിങ്ങളോട് സംസാരിപ്പാൻ സർവകൃപാലുവായ ദൈവം എളിയവനും ഒരുക്കി തന്ന അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായമാണ്. വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ പ്രധാനമായി 3 കാര്യങ്ങളാണെന്ന് ഇതിനു മുൻപ് നിങ്ങളൊരു പക്ഷെ പഠിച്ചു കാണും. ഒന്ന് ഭൂതകാലമാണ്, സംഭവിച്ചു കഴിഞ്ഞ ചരിത്രം. 2 വർത്തമാനകാലത്തിലെ ചരിത്രം, അത് ഈ സഭായുഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 3-ാമത്തത് ഭാവി കാല ചരിത്രം, ഇനി സംഭവിപ്പാൻ ഉള്ളത്. അതിൽ 3-ാമത്തെ പോർഷനാണ് സത്യത്തിൽ 4-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന താളുകൾ വരെ കാണാൻ കഴിയുന്നത്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ: ഭൂതകാലത്തിലെ ചരിത്രവും വർത്തമാനകാലത്തിലെ സഭാ കാലയളവും നിത്യത വെച്ച് നോക്കുമ്പോൾ അതൊന്നും അല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്നാൽ ഭൂതകാല സംഭവങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഭയാനകവും ഒരുപാട് മനുഷ്യരെ വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ആദ്യ ഭാഗങ്ങളിൽ. എന്നാൽ ക്രിസ്തു ഭക്തന്മാരെ സംബന്ധിച്ച് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, ഭാവികാല പദ്ധതികളിലാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നത്. എന്താണത്? 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു, ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദം. 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം സ്വർഗത്തിലെ ആരാധനയാണ്. ഈ ഭൂമിയിലും സ്വർഗീയ ആരാധനയ്ക്ക് നിഴലായുള്ള ആരാധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ആരാധനകളുടെ അനുഭവങ്ങളെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. എല്ലായ്പ്പോഴും ആത്മീയ ഉത്തേജനമുള്ളതോ ആത്മീക സന്തോഷമുളവാക്കുന്ന ആരാധനയോ അല്ല ഈ ഭൂമിയിലെ ആരാധനയല്ല. ഒരു നിഴലാണ്. അപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ നാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ആരാധന എന്നുള്ളത് ഒരു വലിയ നിറക്കാഴ്ച തന്നെയാണ്. ഭൂമിയിലെ ആരാധനയിൽ കർത്താവ് വാഗ്ദത്തം പറഞ്ഞതുപോലെ നമ്മുടെ നടുവിൽ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ആരാധന എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും, ശരിക്കുള്ള വേർഷനിൽ രാജാക്കന്മാരും എന്നാണ്, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000-1000-ഉം ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ വാക്യം 14-ാം വാക്യം, 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം അറുക്കപ്പെട്ട കുഞ്ഞാടായ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ സകലരും വീണ് നമസ്കരിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ആരാധനയാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം? അതിന്റെ ചരിത്രമാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ സ്വർഗത്തിൽ കാണുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ
മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കണ്ടു. പിതാവാം ദൈവത്തിന്റെ കയ്യിൽ ഒരു മുദ്രയിടപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിച്ച് ആ പുസ്തകം തുറന്നു വായിപ്പാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ഒരു ദൂതൻ അവിടെ ഇങ്ങനെ പറയുന്നു, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതൻ. ഈ ശബ്ദം കേട്ടിട്ട് സ്വർഗത്തിലും ഭൂമിയിലും ഒരു മനുഷ്യനെയും കണ്ടില്ല. യോഹന്നാൻ ഇത് കണ്ടിട്ട് വളരെ കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, ഇല്ല, കരയണ്ട യോഹന്നാനെ, കരയണ്ട. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മുമ്പിൽ ഒരുപാട് അസാധ്യങ്ങളുടെ ചോദ്യങ്ങളുണ്ട്. പുസ്തകത്തിൽ വായിക്കുന്നു, ആര് ഈ കല്ലുരുട്ടി മാറ്റും? ആര് പ്രതിസന്ധികൾക്ക് ഒരു അവസാനം കുറിക്കും? നമ്മുടെയൊക്കെ വിഷമതകളുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ ഒരു ഉത്തരമേ ഉള്ളൂ: ജയിക്കുന്നവനായി, ജയാളിയായി, ജയം പ്രാപിച്ചിരിക്കുന്ന ഏകനേ ഉള്ളൂ നാം പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ പ്രബോധനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഏതു പ്രതിസന്ധികൾക്കും പരിഹാരം വരുത്തുന്ന ഈ നല്ല കർത്താവിനെ അനുധാവനം ചെയ്യാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.